ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോഡോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോസിന് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമ്മളതൊക്കെ നോക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നലത്തെ മത്സരം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. RCB വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വൈഭവ് സൂര്യവംശിയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം RCB ഉയർത്തിയ 200 റൺസിൻ്റെ ആ ഒരു വിജയലക്ഷ്യം, 202 റൺസിൻ്റെ ആ വിജയലക്ഷ്യം ഇത്ര ഈസി ആയിട്ട് മറികടക്കാൻ കാരണം പവർ പ്ലേയിൽ വൈഭവ് സൂര്യവംശിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. ഭുവനേശ്വർ കുമാർ, ഹെയ്സൽവുഡ് തുടങ്ങി ലോകോത്തര പേസർമാരെ വളരെ ഈസി ആയിട്ട് അടിച്ചങ്ങ് പറത്തു വരുന്ന പുള്ളി. ഹെയ്സൽവുഡിനൊക്കെ ഒരു ഓവറിൽ 20 റൺസാണ് അടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളേഴ്സ്, ഇത്രയും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഏത് ലെങ്ത്തിൽ ഏത് ലൈനിൽ അറിഞ്ഞാൽ ഒരു ബാറ്റ്സ്മാൻ അടിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ബോളേഴ്സിനെ വരെ ഇത്ര ഈസി ആയിട്ട് പിക്ക് ചെയ്ത് അടിക്കുമ്പോൾ തൻ്റെ സമപ്രായക്കാരായ കളിക്കാരോടൊപ്പം എങ്ങനെ എത്രയും അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും വൈഭവ് സൂര്യവംശി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരോടൊപ്പം കളിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ. ആദ്യം RCB ആണ് ബാറ്റ് ചെയ്തത്. RCBയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബാറ്റിംഗ് ഡെപ്തൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ഇന്നലെ പതിവിന് വിപരീതമായിട്ട് പെട്ടെന്ന് തന്നെ വിക്കറ്റുകൾ RCB പോകാൻ തുടങ്ങി. ഫിൽസാൾട്ട് ആദ്യം വന്നി തന്നെ പുറത്താവുന്നു. കോഹ്ലി അത്യാവശ്യം നന്നായി തുടങ്ങിയെങ്കിലും പിന്നീട് കോഹ്ലി ഔട്ടാവുന്നു. രജത് പട്ടിദാർ ഒരു ഭാഗത്ത് തന്നെ ഉറച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് RCB വലിയൊരു തകർച്ചയിലോട്ട് പോയിരുന്നത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊരു ബാറ്ററെ കൂടി ഇറക്കേണ്ടി വരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ RCBക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 100 റൺസിന് താഴെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ടീമിൽ 6 ബാറ്റ്സ്മാൻമാർ ഔട്ടാവുന്നു. എന്നിട്ട് പോലും നിങ്ങളുടെ ടീം 200+ എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് എത്തുകയാണ് 20 ഓവർ കഴിയുമ്പോൾ. പണ്ടത്തെ അല്ലെങ്കിൽ ഒരു 5-6 കൊല്ലം മുന്നത്തെ RCB ആണെങ്കിൽ 150 പോലെ അവിടെ നിന്നെത്തില്ല. പക്ഷേ ഇന്നത്തെ RCBക്ക് 6 ബാറ്റ്സ്മാൻമാർ ഔട്ടായി പോയാലും പിന്നീട് ക്രീസിലുള്ളത് 2 പ്യുവർ ബാറ്റ്സ്മാൻമാരാണ്. ഇന്നലെ 6 വിക്കറ്റ് പോകുമ്പോൾ ക്രീസിലുള്ളത് രജത് പട്ടിദാരും വെങ്കടേഷ് അയ്യരാണ്. അപ്പോൾ അത്തരത്തോളം ഒരു ബാറ്റിംഗ് ഡെപ്ത് RCBക്ക് ഇന്ന് നിലവിലുണ്ട്. അതായത് പെട്ടെന്നൊരു ക്രൈസിസ് വന്നു, പെട്ടെന്ന് ഏർലി കുറേ വിക്കറ്റ്സ് പോയി കഴിഞ്ഞാലും അങ്ങനെ തകർന്നു വീഴാതെ മറ്റൊരു 49 ഒന്നും ആവർത്തിക്കാതിരിക്കാനുള്ള രീതിയിലുള്ള കളിക്കാർ ഇന്ന് RCBക്ക് ഉണ്ട്. എന്തായാലും രജത് പട്ടിദാറിൻ്റെ ഒരു കിടിലൻ ക്യാപ്റ്റൻസി ഇന്നിങ്സ്. അദ്ദേഹം വളരെ സ്ലോ ആയിട്ട് തുടങ്ങി, അത്യാവശ്യം മിഡിൽ ഓവേഴ്സിലൊക്കെ നല്ല രീതിക്ക് ഹിറ്റ് ചെയ്ത് ടീമിനെ മാനുവായിട്ട് സ്കോറിലോട്ട് എത്തിച്ചു. അവസാനത്തെ ഓവറുകളിൽ വെങ്കടേഷ് അയ്യരും 1-2 6ഉം 4ഒക്കെ അടിച്ച് 200 എന്ന ടോട്ടലിലോട്ട് ടീമിനെ എത്തിച്ചു. ഒരു ഘട്ടത്തിൽ പോലും ആ ഒരു സ്കോറിലോട്ട് എത്തുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം തുടക്കത്തിൽ തന്നെ ഒരുപാട് വിക്കറ്റ്, ടിം ഡേവിഡ്, ഷെപ്പേർഡ്, ജിതേഷ് ശർമ്മ, കൃണാൽ പാണ്ഡ്യ തുടങ്ങി ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മിഡിൽ ഓർഡർ പെട്ടെന്ന് തന്നെ അങ്ങ് തകരായിരുന്നു. RRൻ്റെ പേസർമാരുടെ പെർഫോമൻസ് നല്ല എടുത്ത് വരണം. ജോഫ്ര ആയാലും ബർഗർ ആയാലും അതുപോലെ സന്ദീപ് ശർമ്മ ആയാലും വളരെ കൃത്യമായിട്ടായിരുന്നു അവരുടെ പ്ലാൻ വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ആയെന്ന് പറയാം. അതിനോടൊപ്പം തന്നെ രവി ബിഷ്ണോയും മിഡിൽ ഓവേഴ്സ് നല്ല രീതിക്ക് പന്തെറിഞ്ഞു. ജഡേജയ്ക്ക് അങ്ങനെ 2 ഓവർ എറിയാൻ പറ്റുള്ളൂ. ജഡേജ നല്ല രീതിക്ക് 2 ഓവർ എറിഞ്ഞെങ്കിൽ പോലും പിന്നീട് പട്ടിദാർ ക്രീസിലുള്ളതുകൊണ്ടാവണം റയൻ പരാഗ് പിന്നീട് 2 ഓവറുകളും പുള്ളിക്ക് കൊടുക്കാതിരുന്നത്. എന്തായാലും 202 എന്ന് പറയുന്ന ഒരു സ്കോർ ആ ടാർഗറ്റിലോട്ട് ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഇവരുടെ ഓപ്പണേഴ്സ് തന്നെ നമുക്കറിയാം. രാജസ്ഥാൻ്റെ ഓപ്പണേഴ്സ് വൈഭവ് സൂര്യവംശി അതുപോലെ SSC ജയ്സ്വാളാണ്. വൈഭവ് സൂര്യവംശിക്ക് പിന്നെ എറിയാൻ വരുന്നത് ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും റെപ്യൂട്ടഡ് ബോളറാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് രീതിയിൽ അദ്ദേഹം അതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സീ ദ ബോൾ ആൻഡ് ഹിറ്റ് ദ ബോൾ എന്ന് പറയുന്ന വീരേന്ദർ സേവാഗിൻ്റെ ഒക്കെ ഒരു ലൈനാണ് പുള്ളി. ആദ്യ ബോളിൽ നിന്ന് തന്നെ അടിച്ചു തുടങ്ങുക. ജയ്സ്വാൾ അപ്പുറത്ത് ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കും, വൈഭവ് സൂര്യവംശി അടിക്കുക. അങ്ങനെയാണ് ഇതുവരെ RRൻ്റെ ഒരു ബാറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പണിംഗ് അവരുടെ ആ ഒരു പെയറിൻ്റെ രീതി എന്ന് പറയുന്നത്. RCB ബോളേഴ്സിൽ ഇമ്പ്രസീവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കൃണാൽ പാണ്ഡ്യയാണ്. കൃണാൽ പാണ്ഡ്യനെ അങ്ങനെ കളിക്കാൻ പറ്റുന്നില്ല. ചുമ്മാ നടന്നു വന്ന് 115 കിലോമീറ്റർ സ്പീഡിൽ ബൗൺസർ എറിയുക. ജഡേജയ്ക്കെതിരെയൊക്കെ 2 ബൗൺസർ കണ്ടിന്യൂസ്ലി വരുന്നു, അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത വളരെ ക്വിക്കറായിട്ടുള്ള ബൗൺസേഴ്സ് വരുന്നു. ഒരു മത്സരം തുടങ്ങിയ 6 ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ കൃണാൽ പാണ്ഡ്യ ആയിരിക്കും സൂര്യവംശി വിക്കറ്റ് എടുക്കാൻ നമുക്കറിയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. തൊട്ടടുത്ത ബോൾ ഒരു ബൗൺസർ കൃത്യമായിട്ട് അവിടെ തേർഡ് മാൻ സർക്കിളിലുണ്ടായിരുന്നു. കൃത്യമായിട്ടൊരു ബൗൺസർ ഹെറ്റ്മാർ കയ്യിലോട്ടൊരു സിമ്പിൾ ക്യാച്ച് വെച്ചു കൊടുത്ത് പോയി. അതിനുശേഷം പരാഗും പെട്ടെന്ന് ഔട്ടാണ് ഉണ്ടായത്. ഇതിൽ ഈ കൃണാൽ പാണ്ഡ്യ കഴിഞ്ഞ ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്നു. കൃണാൽ പാണ്ഡ്യയുടെ ഒരു വെറൈറ്റി ഓഫ് ബോളിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു നോർമൽ ലെഫ്റ്റ് ഹാം ഓഫ് സ്പിന്നറുടെ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാം സ്പിന്നറുടെ നിന്ന് മാറിയിട്ട് ഇടയ്ക്ക് വന്നിട്ടൊരു ക്വിക്കർ എറിയുന്നു. ഇപ്പോൾ നമുക്ക് IPL നോക്കി കഴിഞ്ഞാൽ പേസ് ബോളർമാർ നടന്ന് വന്നിട്ട് സ്പിന്നർ ചെയ്യുന്നു, സ്പിൻ ബോളേഴ്സ് ഇത്തരത്തിലുള്ള ഷോർട്ട് ബോൾ ബൗൺസേഴ്സ് എറിയുക. അപ്പോൾ ആകെ മൊത്തം ഇതുവരെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് IPL ഓരോ വർഷം കൂടുന്നവർ സമ്മാനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇവൻറ്റ്സുകളാണ് IPLനെ കുറച്ചുകൂടി ത്രില്ലിംഗ് ആക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. RCBയുടെ വളരെ എക്സ്പീരിയൻസ് ഉള്ള T20 സ്പെഷ്യലിസ്റ്റ് ബോളർമാരായിട്ടുള്ള ഭുവനേശ്വർ കുമാറും ഹെയ്സൽവുഡും ആദ്യത്തെ 1-2 ഓവറുകളിൽ തന്നെ അവർക്ക് ഇന്ന് അവരുടെ ദിവസം അല്ല എന്ന് മനസ്സിലായി. SSC ജയ്സ്വാൾ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ അടിച്ച് തുടങ്ങുമ്പോഴേക്കും വൈഭവ് സൂര്യവംശിയുടെ 6 മഴ അപ്പുറത്തെ അറ്റത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു. ജയ്സ്വാൾ വളരെ നല്ല രീതിക്ക് തുടങ്ങിയെങ്കിൽ പോലും ഹെയ്സൽവുഡ് ഒരു ക്വിക്കർ അത് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ലോവർ ആവുന്ന എക്സ്പെക്ട് ചെയ്തിട്ട്
ലാസ്റ്റ് മിനിറ്റിൽ അതൊരു കുക്കറായിട്ട് മാറി കിടിലൻ ലെങ്ത്തിൽ വന്നൊരു ബോൾ അത് കീപ്പർ ക്യാച്ചായിട്ട് യശസ്വി ജയ്സ്വാളും മടങ്ങി. ഹേസൽവുഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ആ ബോളിൽ നിന്ന് മനസ്സിലാവുന്നത്. എങ്ങനെ ഒരു ബാറ്റ്സ്മാൻ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ നേരെ വിപരീതമായിട്ട് ബോൾ എറിയാന്നുള്ള കൃത്യമായിട്ട് ലെങ്ത്തിൽ കണ്ടിന്യൂസ്ലി എറിയാൻ ഉള്ള കഴിവുള്ളതുകൊണ്ടാണ് ഹേസൽവുഡ് ഈ T20 ഏറ്റവും ബെസ്റ്റ് ബോളർമാരിൽ ഒരാളായിട്ട് നിൽക്കുന്നത്. പക്ഷേ വൈഭവ് സൂര്യവംശിയുടെ അടുത്ത് അതൊന്നും നടന്നില്ല. ഒരു 6ഉം 3 4ഉം അടക്കം 20 റൺസിനടുത്താണ് പുള്ളി ഹേസൽവുഡിൻ്റെ 3ാമത്തെ ഓവറിൽ അടിച്ചത്. 4ാമത്തെ ഓവറിലെ 2ാം ബോൾ ഈ എൻ്റെ മത്സരത്തിൽ തന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഭുവനേശ്വർ കുമാറിന് ഒരു സ്ട്രെയിറ്റ് 6 ലോങ് ഓണിലേക്ക് വൈഭവ് സൂര്യവംശി അടിച്ചത്. ഒരു പവർ ഹിറ്ററുടെ എല്ലാ കഴിവുള്ള ഒരു ബാറ്റ്സ്മാനാണ് താനെന്ന് തെളിയിക്കുന്നൊരു ഷോട്ട്. അത്രയും ഒരു ഹാൻഡ് പവറുള്ള പ്ലെയർക്ക് മാത്രമേ അങ്ങനെ ആ സ്ട്രെയിറ്റ് 6 അങ്ങോട്ട് അടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും പിന്നീട് അങ്ങോട്ട് വൈഭവ് സൂര്യവംശി നിൽക്കുന്നവരെ ഒരു തരത്തിലുള്ള പ്രതീക്ഷയും RCBക്ക് ഉണ്ടായില്ല. അദ്ദേഹം പുറത്താകുമ്പോൾ പോലും ജയത്തിനോട് അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു RR. പിന്നീട് അങ്ങോട്ടൊരു റണ്ണേ ബോളിൽ പോയാൽ പോലും പിന്നീട് രാജസ്ഥാൻ കളി ജയിച്ചാനെ. 26 പന്തെന്ന് 78 റൺസായിട്ടാണ് വൈഭവ് സൂര്യവംശി പുറത്താകുന്നത്. അതായത് 300-നടുത്ത് സ്ട്രൈക്ക് റേറ്റ്. ഈ ഒരു IPL തുടങ്ങി ഇതുവരെ 200 റൺസിനടുത്ത് അദ്ദേഹം അടിച്ചിട്ടുണ്ട്. അതിൽ 14 6ഉം 14 4ഉം. അപ്പോൾ ഒരു ഇൻസൈൻ പവർ ഹിറ്ററാണ് താനെന്ന് വീണ്ടും ഓരോ മത്സരത്തിലൂടെ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈഭവ് സൂര്യവംശി പുറത്താവുന്നു. പിന്നീട് റയാൻ പരാഗ് അതുപോലെ തന്നെ ഹെറ്റ്മേർ പെട്ടെന്ന് തന്നെ പുറത്തായെങ്കിൽ പോലും പിന്നീട് ജഡേജ വന്ന് സ്റ്റാൻഡ് ചെയ്ത് കളിച്ച് ടീമിനെ വിജയത്തിലോട്ട് എത്തിച്ചു. ധ്രുവ് ജുറാലിൻ്റെ ഒരു കിഡിലൻ ഇന്നിങ്സ് ഉണ്ടായിരുന്നു, 81 റൺസ്. അത് നമ്മുടെ അടുത്ത് തന്നെ പറയണം. അദ്ദേഹം വളരെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കളിയാണ് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് കളികൾ ധ്രുവ് ജുറാൽ ഹെറ്റ്മേർ ഒന്ന് തോൽപ്പിച്ചതാണ് രാജസ്ഥാനെ. പക്ഷേ ഈ വർഷം 2 കളി 250 അദ്ദേഹം അടിക്കുന്നു. അതിൽ കഴിഞ്ഞതിന് മുന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോറായിരുന്നു. അത് മറികടന്ന് 81 റൺസ് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാജസ്ഥാൻ ബാറ്റേഴ്സ് അത്യാവശ്യം ഫോമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഹെറ്റ്മേർ കൂടെ ഒന്ന് ഫോമിലോട്ട് ആയാൽ മതി. അതുപോലെ ബോളിങ്ങും കിടലിനാണ്. നമ്മൾ മത്സരത്തിന് മുൻപ് രാജസ്ഥാൻ പ്ലേ ഓഫിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ കളി കാണുമ്പോൾ രാജസ്ഥാനെ ഒരു പ്ലേ ഓഫ് സ്പോട്ട് അർഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരും ഞങ്ങളും പ്ലേ ഓഫിൽ ഉണ്ടാവും എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. ടോപ്പ് ടീമായിട്ടുള്ള RCBനെയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, മുംബൈനെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാജസ്ഥാൻ്റെ മുന്നിൽ നമുക്ക് ചെന്നൈക്ക് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയത് നന്നായി. രാജസ്ഥാൻ അങ്ങനെ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതായത് ഇത്രയും നല്ല ബോളിംഗ് ടീമുള്ള RCBക്കെതിരേക്ക് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു കിടിലൻ കളിയായിരുന്നു കേട്ടോ. വൈഭവ് സൂര്യവംശി ഓരോ കളി കഴിയും തോറും ഇങ്ങനെ നാഷണൽ മീഡിയയുടെ ഹെഡ്ലൈൻസിൽ ഇങ്ങനെ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത കാലത്ത് തന്നെ ഇന്ത്യൻ ടീമിൽ അദ്ദേഹം വരികയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്ന് 2 മത്സരമുണ്ട്. ചെന്നൈയുടെ കളിയുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു.